വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടുചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കിയിലെ ഒരു നിർധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് നെടുങ്കണ്ടം സ്വദേശി ബിനോയ് മരത്തിൽ നിന്ന് വീണത്. 3 വർഷം മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ബിനോയ് കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണത്. വീഴ്ചയിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. ഏകദേശം ഒരു 10 മരത്തോളം വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ച് കൊത കെട്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആ മണ്ടയിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കമ്പിന് പിടുത്തം കിട്ടി. കമ്പെ പിടിച്ച് ഞാന്ന് കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിന്റെ വേരയിലൊക്കെ വന്ന് അടിച്ചു വീണു. മലക്കം വന്ന് വീണ് നട്ടില് പൊട്ടി. കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി. വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിലും ബിനോയ് തളർന്നു കിടക്കുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല. 3 വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യും. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകാതെ ഇരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം മുട്ടും. അപ്പം പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പിന്നെ തിരിച്ചതേപോലെ വരും ഗവൺമെന്റ് ആശുപത്രി. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത്യാവശ്യ ചികിത്സ പോലും ചെയ്യാനാകുന്നില്ല. 12 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. ചെറിയ വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് അവശേഷിക്കുകയാണ്. ഭാരിച്ച ചെലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ന്യൂസ് 18 ഇടുക്കി.